അധ്യായം 253. അങ്ങനെ നീലിമ ദേഷ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുന്നതോടുകൂടി തന്നെ അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും ആകെ പേടിച്ചുപോയി. ആ സമയത്തിന് സിദ്ധാർത്ഥിന്റെ ഗാർഡ്സിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് അന്നേരം കവിളിൽ നിന്ന് തലോടി. അതിനുശേഷം ചിരിച്ചുകൊണ്ട് തന്നെ നീലിമയോട് പറഞ്ഞിട്ട്, എത്ര വേണമെങ്കിലും നീ എന്നെ തല്ലിക്കോ, എന്നാലും ഒരു അപകടത്തിലേക്ക് നിന്നെ ഞാൻ വിടില്ല. അവൾ വീണ്ടും ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാൻ വേണ്ടിട്ട് കൈ ഉയർത്തി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവളുടെ കൈ പിടിച്ചു വെച്ചിരുന്നു. ഒപ്പം അവൻ വലിച്ചവളെ ദേഹത്തേക്ക് ചേർത്തു. എന്നെ വിട്, എനിക്ക് പോണമെന്ന് അവനെ ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം അവനിൽ നിന്നും അകന്നു മാറാനും അവൾ ശ്രമിച്ചു. ഭൈരവ് പറയുന്നത്, സിദ്ധാർത്ഥ് നീ പരിധി വിടുന്നു, അവളെ വിടുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോഴാണ് ദേഷ്യത്തിലുള്ള ഭൈരവിന്റെ ശബ്ദം സിദ്ധാർത്ഥ് കേട്ടത്. അവൻ തന്റെ കയ്യിലെ തോക്ക് സിദ്ധാർത്ഥിന് നേരെ ഉന്നം വെച്ചിരുന്നു. അത് കണ്ടിട്ട് സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അവളെ വിട് സിദ്ധാർത്ഥ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമെന്നൊക്കെ പറയാണ് ഭൈരവ്. ഭൈരവ് ദേഷ്യത്തോടെ സ്വരത്തിൽ പറയുന്ന സമയത്തും സിദ്ധാർത്ഥ് അവളെ വിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടു നിനക്ക് അവന്റെ കൂടെ തന്നെ പോണോ നീലിമ എന്നിങ്ങനെ സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ നീലിമയോട് ചോദിച്ചു. അപ്പോഴും നീലിമക്ക് നേരെയുള്ള കൈ സിദ്ധാർത്ഥ് വിട്ടില്ല. ആ സമയത്തിന്റെ ഭൈരവ് ദേഷ്യത്തോടു കൂടി തന്നെ തോക്ക് സിദ്ധാർത്ഥന് നേരെ നീട്ടി. നീലിമ ആകെ ഞെട്ടിപ്പോയി. ഭൈരവ് അഭിനയിക്കുന്നതാണോ ഇനിയിപ്പോ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ള കാര്യമൊന്നും നീലിമക്ക് മനസ്സിലായില്ല. ഏത് നിമിഷം വേണമെങ്കിലും അവൻ സിദ്ധാർത്ഥിനെ ഷൂട്ട് ചെയ്തേക്കുമെന്ന് അവൾക്ക് തോന്നി. നീലിമ ഭയന്ന് വിറച്ചു നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് നിനക്ക് പേടിയുണ്ടല്ലേ? നിന്റെ ഈ കണ്ണുകളെല്ലാം പറയുന്നത് അതല്ലേന്ന് അവൻ ചോദിച്ചു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥിന്റെ ഗാർഡുകൾ ശ്രദ്ധയോടെ അവർക്കരികിലേക്ക് നീങ്ങി. നിരവധി തോക്കുകൾ സ്ലൈഡ് വലിച്ചു നീട്ട് അവരെ ഷൂട്ട് ചെയ്യാനൊരുങ്ങുന്ന ശബ്ദം ഭൈരവ് കേട്ടു. അങ്ങനെ ഒരു നീക്കം ഒരിക്കലും ഭൈരവ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ തലയ്ക്ക് നേരെ ഒട്ടനവധി തോക്കുകൾ ഇങ്ങനെ ബുള്ളറ്റ് നിറച്ചു നിൽക്കുവാണ്. പക്ഷെ എന്നിട്ടും പിന്മാറാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. അവന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായ ഉടനെ തന്നെ അവൻ തീർന്നു തരിപ്പണമാവുമെന്ന് അവൻ അറിയാമായിരുന്നു. ചുറ്റുമുള്ള കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നീലിമയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. അവൾക്ക് ശരിക്കും സിദ്ധാർത്ഥിന്റെ സുരക്ഷയിൽ ആശങ്ക തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യരുതേ എന്ന മട്ടിൽ അവൾ ഭൈരവിനെ നോക്കി. പക്ഷേ ആ സമയത്ത് അവൻ ഒരല്പം പോലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ സിദ്ധാർത്ഥിനെ നോക്കി പറയുന്നത്, ഇങ്ങനൊരു സിറ്റുവേഷൻ പേടി തോന്നുന്നത് അത് സ്വാഭാവികം മാത്രമാണ് സിദ്ധാർത്ഥ്. അതിനർത്ഥം ഒരിക്കലും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നൊന്നുമല്ല. അതൊന്നും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലേ? ഇനി എന്ത് കാരണം പറഞ്ഞാലും എനിക്കിനി ഒരിക്കലും നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിച്ച അത് എന്റെ കുഞ്ഞിനും എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനും ആപത്താണ്. സിദ്ധാർത്ഥ് അപ്പോൾ അവളുടെ വാക്ക് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുമായിരുന്നു. നീലിമ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിന്നെ ഒന്നും ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത്ര പോലും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അതോ ഇനി ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സിദ്ധാർത്ഥ് അങ്ങനെ ചോദിക്കുന്ന സമയത്തായിരിക്കും ഭൈരവ് നീലിമയുടെ കഴുത്തിലെ പാടുകളെല്ലാം കാണുന്നത്. ഇത്രയും നേരം അയാൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഭൈരവാകെ ഞെട്ടിപ്പോയി. താൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് നീലിമയും സിദ്ധാർത്ഥും ചേർന്ന് ഇവിടെ എന്താണ് ചെയ്തിരുന്നതെന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലായി. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും ഭയമുണ്ടായിരുന്നില്ല. ഇതല്ല അയാൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിനെ ഭൈരവ് ഓരോ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടാൻ തുടങ്ങി. ഭൈരവ് നിശബ്ദനായിട്ട് സിദ്ധാർത്ഥിനെയും നീലിമയെയും മാറി മാറി നോക്കി. നീലിമ ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ നോട്ടം വിട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിപ്പോൾ കടല് പോലെ ഇളകി മറിയുന്നുണ്ട്. അച്ചുവിന്റെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ജീവന് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ? ഇത്രയും നേരം നീലിമയ്ക്കുണ്ടായിരുന്ന ദേഷ്യമൊന്നും ആ ചോദ്യത്തിലുണ്ടായിരുന്നില്ല. അവളുടെ സ്വരം അപ്പോൾ വളരെയധികം ദയനീയമായിരുന്നു. സിദ്ധാർത്ഥ്, ഒരു കാര്യം മാത്രം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അരുതാത്തത് എന്തെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാവല്ലോ എന്ന് അവൾ ദൃഢനിശ്ചയത്തോടുകൂടെ പറഞ്ഞു. അവളുടെ വാക്കുകളെല്ലാം അവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവൻ മുഖത്ത് പ്രകടിപ്പിച്ചില്ല. ഞാൻ നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിടാം, നീ എവിടേക്കെങ്കിലും പോയിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നീ എന്നും ഈ സിദ്ധാർത്ഥിന്റെ മാത്രമാണ്. ആ വാക്കുകൾക്ക് ഇനി തന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അതിനുശേഷം സിദ്ധാർത്ഥിന്റെ കൈകൾ വിടിവിപ്പിച്ചു. ഭൈരവ്, ഇനി നമുക്ക് പോവാമെന്ന് അവൾ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാതെ പറഞ്ഞു. സിദ്ധാർത്ഥ് വീണ്ടും നീലിമയുടെ കൈകളിൽ പിടിക്കാൻ ഒരുങ്ങി. ഭൈരവ് പറഞ്ഞു, ഡോണ്ട് മൂവ് സിദ്ധാർത്ഥ്, താൻ ഇനി എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ ഞാൻ ഈ ട്രിഗർ അങ്ങ് വലിക്കും. അന്നേരം സിദ്ധാർത്ഥ് ഇങ്ങനെ പുച്ഛത്തോട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, കൊള്ളാം ഭൈരവ്, നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഏതിനാണ് കൂടുതൽ സ്പീഡെന്ന് നമുക്കൊന്ന് നോക്കാം. സിദ്ധാർത്ഥ് അങ്ങനെ തണുത്ത രീതിയിൽ പ്രതികരിക്കുന്ന സമയത്തിന്റെ ഭൈരവിന് നല്ല അമർഷം തോന്നുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള ദേഷ്യമെല്ലാം ഭൈരവിന്റെ ഉള്ളിൽ നിറഞ്ഞു. ഭൈരവിൽ നിന്നും സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ നേരെ നീലിമയിലേക്ക് എത്തി. ഞാൻ കള്ളമല്ല പറഞ്ഞത്, സത്യമായിട്ടും എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ഫീലിങ്സും ഇല്ല. അതിന് കാരണം എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ നോട്ടം നേരെ ഭൈരവിലെത്തി. ആ സമയത്തിന്റെ സിദ്ധാർത്ഥിനും ഭൈരവിനും അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ മനസ്സിലായില്ല. നീലിമ പറഞ്ഞിട്ട്, എനിക്കിഷ്ടം ഭൈരവിനെയാണ്, അതുകൊണ്ട് എനിക്ക് ഇവന്റെ കൂടെ പോണം. അവൾ ശാന്തയായി വളരെ ഉറപ്പോടുകൂടെ അങ്ങനെ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അവൾക്ക് അങ്ങനെ പറയാനേ ഇപ്പൊ പാകമുണ്ടായിരുന്നുള്ളൂ. നീലിമയുടെ വാക്ക് കേട്ടുകൊടുത്തിട്ട് സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടു കൂടെ തന്നെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട്, നിന്നെ വിടാൻ വേണ്ടിട്ട് നീ ഇങ്ങനെ കള്ളം വിളിച്ചു പറയരുത്. നീലിമ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്?
പക്ഷേ ആ സമയത്ത് നീലിമയുടെ ശബ്ദത്തിന് അത്രമാത്രം കാഠിന്യമില്ലായിരുന്നു. നീ എന്ത് ചെയ്താലും ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ സിദ്ധാർത്ഥ മറുപടി പറയുന്നതോടുകൂടി തന്നെ അവളിൽ നിസ്സഹായത നിറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാണ് സത്യം, ഇനിയെങ്കിലും നിങ്ങൾ എന്നെ വെറുതെ വിട്. അവൾ അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ഭൈരവിന്റെ ആളുകളെ നോക്കി. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഇയാളെന്നെ പിടിച്ചു പുറത്താക്കാവോ എന്ന് അവൾ ഗൗരവത്തോടു കൂടെ ചോദിച്ചു. നീലിമയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥന് അതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ഇങ്ങനൊരു നീലിമയെ അവൻക്ക് പരിചയമേ ഇല്ല. എത്രയൊക്കെ താഴ്ന്നു കൊടുത്തിട്ടും ഇവൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ഇവളോട് ചെയ്തത്? സിദ്ധാർത്ഥ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്തിന് ഭൈരവിന്റെ ആളുകൾ സിദ്ധാർത്ഥിന് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ അപ്പോഴും സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നേരെ നീലിമയിലായിരുന്നു. നീലിമ, ഇനിയും നിനക്ക് പോയേ പറ്റൂന്നാണെങ്കിൽ നീ എന്നെ കൊന്നിട്ടങ്ങ് പൊയ്ക്കോ. സിദ്ധാർത്ഥ് അങ്ങനെ കടുത്ത മനോഭാവത്തോടു കൂടെ പറഞ്ഞു. ആ സമയത്ത് നീലിമയുടെ ഹൃദയം പിടയുന്നുണ്ടെങ്കിലും അവൾ നല്ല ഗൗരവത്തിലായിരുന്നു. അവൾ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട്, ഓക്കെ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ആ പറയുന്നതിനൊപ്പം തന്നെ നീലിമ ഭൈരവിന്റെ കയ്യിലുള്ള ആ ഒരു പിസ്റ്റൽ അങ്ങ് പിടിച്ചു വാങ്ങി. എന്നിട്ട് സിദ്ധാർത്ഥിനെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഇനിയിപ്പോ നിങ്ങളെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് പോവും എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നീലിമയുടെ വാക്കുകൾ ദൃഢമായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ നീലിമയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവന്റെ ഭാവങ്ങൾ അവളുടെ ഹൃദയം തകർക്കുന്നുണ്ടായിരുന്നു. നീലിമയ്ക്ക് തന്റെ കൈകൾ വിറക്കുന്നത് പോലെ തോന്നി. പക്ഷെ അവന് മുന്നിൽ ധൈര്യം സംഭരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സിദ്ധാർത്ഥ് തന്റെ വാക്കുകളാൽ തന്നെ തോൽപ്പിച്ചു കളയുമെന്ന കാര്യം നീലിമക്കറിയാം. സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ആ പിസ്റ്റൽ എനിക്ക് നേരെ വലിക്കാൻ നിനക്ക് കഴിയോ നീലിമ? നിനക്ക് കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്യേ. അപ്പോഴേക്കും നീലിമ ഒരു പുച്ഛഭാവത്തിൽ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, തന്റെ കോൺഫിഡൻസ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീലിമ ആ ഒരു പിസ്റ്റൽ അങ്ങ് ബാക്കിലേക്ക് വലിച്ചു. അതോടുകൂടി തന്നെ അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പരിഭ്രാന്തരായി. നീലിമയെ നോക്കി നിൽക്കുന്ന ഭൈരവിന്റെ കണ്ണുകളിൽ പോലും ഭയം നിറഞ്ഞു. പക്ഷേ ആ സമയത്ത് സിദ്ധാർത്ഥിന്റെ പുഞ്ചിരിയോടുകൂടെ നോട്ടത്തിൽ നീലിമ പതറുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ വിളറിൽ പടർന്നു. അതുപോലെ തന്നെ മനസ്സ് നന്നായിട്ട് നോവുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് നീലിമയ്ക്ക് ആ പിസ്റ്റൽ നല്ല രീതിയിൽ പിടിക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ ഇതൊന്നും സിദ്ധാർത്ഥിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവന്റെ കണ്ണുകൾ ഇതെല്ലാം വ്യക്തമായി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നീലിമ, നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അഭിമാനത്തോടു കൂടെ പുഞ്ചിരിച്ചു. ഈ പന്തയത്തിൽ തീർച്ചയായിട്ടും അവൻ വിജയിക്കുമെന്ന് അവൻ ഉറപ്പാണ്. കാരണം നീലിമ ഒരിക്കലും സിദ്ധാർത്ഥിനെ കൊല്ലാൻ കഴിവില്ലായിരുന്നു. അവൾ പതിയെ തോക്ക് താഴ്ത്തുന്നതോടുകൂടി തന്നെ സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ ഒരു വിജയത്തിന്റെ പുഞ്ചിരി വിടർന്നു. പക്ഷെ പെട്ടെന്ന് നീലിമ ആ തോക്ക് ഉയർത്തിക്കൊണ്ടതിന് അവന്റെ നെഞ്ചിലേക്ക് ഒരു പിസ്റ്റലുകൊണ്ട് വെടിവെച്ചു. അതോടുകൂടി തന്നെ പെട്ടെന്ന് സിദ്ധാർത്ഥ് കുഴഞ്ഞങ്ങ് താഴേക്ക് വീണു. അവൾ നേരെ സിദ്ധാർത്ഥിന്റെ ഗാർഡ്സിനെ നോക്കി പറഞ്ഞതിന്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൂന്ന് പറയും. പക്ഷേ ആ സമയത്ത് അവരാരും തന്നെ നീലിമയെ നോക്കിയില്ല. സിദ്ധാർത്ഥിനോട് നീലിമ ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ അവർക്കെല്ലാവർക്കും നല്ല അമർഷമുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവൾ സിദ്ധാർത്ഥിന്റെ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവളോടൊന്ന് ചീത്ത വിളിക്കാൻ പോലും അവർക്കാർക്കും കഴിയില്ലായിരുന്നു. നീലിമ നിലത്ത് തളർന്നു കിടക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി. അതിനുശേഷം നേരെ ഭൈരവിലേക്ക് തല തിരിച്ചു. ഇനി നമുക്ക് പോവാം ഭൈരവ് എന്നിങ്ങനെ നീലിമ പറയുന്ന സമയത്തിന് അയാൾ ഉത്തരം പോലെ നിന്ന് മൂളി. ഭൈരവ് ഗാർഡ്സിനെന്ന് കണ്ണു കാണിച്ചുകൊണ്ട് നീലിമയും കൂട്ടി നേരെ പുറത്തേക്ക് നടന്നു. അവന്റെ പിന്നാലെ നീലിമയും നടന്നു. പക്ഷേ സിദ്ധാർത്ഥിന് ഇനി ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും അവൻ പ്രതികരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമയ്ക്ക് ഉള്ളിലാകെ വിഷമമായിരിക്കും. തൽക്കാലം എത്രയും പെട്ടെന്ന് അശ്വിൻ അരികിലേക്ക് എത്തണമെന്ന് അവൾക്ക് തോന്നി. നീലിമയുടെ പ്രവൃത്തിയിൽ ഭൈരവിന് വല്ലാത്ത ആശ്ചര്യം തോന്നി. കാരണം താൻ ആദ്യം കണ്ട നീലിമയല്ല ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ അവൾ കാണിച്ച ധൈര്യം അതിനേതായാലും അഭിനന്ദിച്ചേ പറ്റൂ. അവളോട് ചോദിക്കുന്നത്, നിനക്ക് നല്ല ധൈര്യമുണ്ടല്ലോ, എന്നാലും ഞാൻ ഇത്രക്കൊന്നും വിചാരിച്ചില്ല. പക്ഷേ സിദ്ധാർത്ഥ് ഇനി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് ഭൈരവ്. നീലിമയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഭൈരവ് വീണ്ടും ചോദിക്കുന്നത്, നീലിമ താനൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ നീലിമക്കുള്ളിൽ ഒരു ഭയമുണ്ട് എന്നുള്ള കാര്യമൊന്നും ഭൈരവിന് അറിയില്ല. തന്റെ മനസ്സിലുള്ള വികാരങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കാൻ നീലിമ ഈ ഈടായിട്ട് പഠിച്ചിരുന്നു. നീലിമ ചോദിക്കുന്നത്, എനിക്കെന്തിനാ പേടി? തൽക്കാലം ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഭൈരവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ടെന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു. അപ്പോൾ ഭൈരവ് പറഞ്ഞിട്ട്, വരവ് വെച്ചിരിക്കുന്നു. അല്ല ഇനിയിപ്പോ എങ്ങോട്ടേക്ക് പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നീലിമ പറഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം സ്വസ്ഥമായി നടന്നിട്ട് ഇനി അതൊന്നും ആഘോഷിക്കണം. അതിനുശേഷം അശ്വിന്റെ അടുത്തേക്ക് പോകണമെന്ന് അവൾ ഇരുണ്ട പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അന്നേരം അവളുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട് എന്ന കാര്യം ഭൈരവിന് മനസ്സിലായി. പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും ഭൈരവ് മുതിർന്നില്ല. ഭൈരവിന്റെ കാറ് പാർക്കിങ്ങിൽ നിർത്തിയിരുന്നു. രണ്ടുപേരും കാറിലേക്ക് കയറി. കോമ്പൗണ്ടിൽ നിന്നും കാർ ഇറങ്ങിയതോടുകൂടി തന്നെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നീലിമ ഭൈരവിനോട് ചോദിച്ചു. അല്ല തനിക്ക് എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്ന സമയത്തിന് കാറ് നേരെ പോകണമെന്ന് നീലിമ പറയാണ്. അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നീലിമ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി എവിടെയോ പാർക്ക് ചെയ്തു. അതിനുശേഷം നീലിമയെ നോക്കിക്കൊണ്ടതിനെ ഭൈരവ് പറയുന്നുണ്ട്, ഇന്ന് നീ ആളാകെ മാറിയതുപോലെ തോന്നുന്നു. അപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, ഭൈരവ് എന്നെ വെറുതെ തോന്നിയതാന്നൊക്കെ പറയുന്ന സമയത്ത് നീലിമക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എന്നോട് നീ കള്ളം പറയുന്നത്, നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും.
ഇന്ന് എന്തായാലും വല്ലാത്തൊരു ഇമോഷൻ നിന്റെ മുഖത്തുണ്ട്, ഒരുമാതിരി ജീവിതം മടുത്ത പോലെ എന്നൊക്കെ ഇങ്ങനെ അവൻ വളരെ ശാന്തമായിട്ടാണ് നീലിമയോട് പറഞ്ഞത്. ആ സമയത്തിന് നീലിമ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഭൈരവിന്റെ കണ്ണുകൾ നീലിമയുടെ സുന്ദരമായ മുഖത്തു കൂടെ ഇങ്ങനെ ഓടി നടന്നു. അങ്ങനെ അവൻ നേരെ നീലിമയുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കും നീലിമ പെട്ടെന്ന് ആ ഒരു നോട്ടം ശ്രദ്ധിക്കുന്നത്. ദേഷ്യം വന്ന നീലിമ അവന്റെ മുഖം അങ്ങ് തള്ളി മാറ്റി. എന്തുപറ്റി, താൻ എന്നെ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് അവൻ അമ്പരപ്പോടുകൂടി ചോദിച്ചു. അവൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല. വല്ലാത്തൊരു ഭയം അവൾക്ക് തോന്നി. എന്നെ രക്ഷിച്ചതിന് ഇനി അവൻ പകരം ചോദിച്ചത് എന്തായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ ആകെ ടെൻഷനാണ്. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് കാറിന്റെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം നേരെ മുന്നിലേക്ക് നടന്നു. അറിയാതെ പോലും അവൾ ഒരിക്കലും അവനെ തിരിഞ്ഞു നോക്കിയില്ല. ഭൈരവിനാണെങ്കിൽ നീലിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്ത കൺഫ്യൂഷനാണ്. എന്തിനായിരിക്കും ഇവൾ സിദ്ധാർത്ഥിനോട് അങ്ങനെയൊക്കെ ചെയ്തത്? അയാൾക്ക് പോലും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. ഇരുട്ടിലേക്ക് മറഞ്ഞു നീങ്ങിപ്പോകുന്ന നീലിമയെ നോക്കിക്കൊണ്ട് തന്നെ ഭൈരവ് അവിടെ ഇരുന്നു. എങ്കിലും അവളുടെ പുറകെ പോവാനൊന്നും ഭൈരവ് തയ്യാറായിരുന്നില്ല. അവൾക്ക് ഈ സമയത്ത് ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണമെന്ന് അവനക്ക് തോന്നി. ഈ സമയത്തിന് നീലിമ കുറെ ദൂരം നടന്നെത്തിയത് ഒരു പാലത്തിന്റെ അടിയിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ അവൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. സിദ്ധാർത്ഥും അവളും ഇടയ്ക്കിടെ ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് ഒരുപാടധികം സംസാരിക്കും. അവിടെ ഇരിക്കുന്ന സമയത്തിന് നീലിമയുടെ മുഖം വികാരങ്ങളൊന്നുമില്ലാത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. അത് പിന്നെ മഴത്തുള്ളികൾ പോലെ ഒഴുകി നിറഞ്ഞു. ഇനി മുതൽ ഞാൻ ഇനി തനിച്ചാണ്. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഞാൻ ഹോട്ടൽ രൂപയിൽ ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും എനിക്ക് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോവാൻ കഴിയില്ല. സിദ്ധാർത്ഥ്, അവന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം. ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പതിയെ അവനെല്ലാം മറക്കും. ഞാൻ കാരണം ഒരിക്കലും നിന്റെ ജീവിതം ഇല്ലാതാവരുത്. ഞാൻ ഒരിക്കലും നിനക്ക് ചേർന്നൊരു സ്ത്രീയല്ല സിദ്ധാർത്ഥ്. നീലിമാണെങ്കിൽ സിദ്ധാർത്ഥിനെ പറ്റിയിട്ട് ചിന്തിച്ച് വളരെയധികം വിഷമത്തോട് ആ ഒരു പാലത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. ഈ സമയത്തിന് സിദ്ധാർത്ഥ് പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേൽക്കാണ്. ബോധം വന്ന സിദ്ധാർത്ഥാണെങ്കിൽ ഇപ്പോ ആ ഹോട്ടൽ റൂമിലാണ്. അവന്റെ തൊട്ടരികത്തായിട്ട് 2-3 ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞിരുന്നു. അതൊന്നും ഗൗനിക്കാതെ സിദ്ധാർത്ഥ് വേഗം അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം കാറിന്റെ കീയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ നിമിഷം കൊണ്ട് അവൾ അധിക ദൂരം പോയില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് ഉറപ്പായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം തന്നെ അവൻ നീലിമയ്ക്ക് വേണ്ടി തിരഞ്ഞു. അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം ആ ഒരു നീലിമ ഇരിക്കുന്ന പാലത്തിന്റെ മുകളിലായിട്ട് അവൻ വണ്ടി പാർക്ക് ചെയ്തു. നീലിമ എവിടെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സ്റ്റാറിങ്ങിൽ തല മുട്ടിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ കിടന്നു. അതിനുശേഷം കാറ് തുറന്നുകൊണ്ട് തന്നെ ആ ഒരു പാലത്തിന്റെ അരികിൽ കൈ വെച്ചുകൊണ്ട് അവൻ നിന്നു. അതിനുശേഷം നിശബ്ദമായിട്ട് ആ ഒരു ശൂന്യതയിലേക്ക് തന്നെ അവൻ നോക്കി നിന്നു. ആ സമയത്തൊക്കെ അവന്റെ നെഞ്ചിൽ വലിയൊരു കനൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. നീലിമ വീണ്ടും തന്റെ കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുന്നു. അതൊരിക്കലും അവന് വിശ്വസിക്കാനും സഹിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെയായിരിക്കും അവൻക്ക് നല്ല പരിചയമുള്ള ഒരു ശബ്ദം അവൻ താഴെ നിന്നും കേട്ടത്. കരച്ചിൽ കേട്ടതോടുകൂടി തന്നെ സിദ്ധാർത്ഥ് അങ്ങ് താഴേക്ക് നോക്കുന്നതോടുകൂടെ കാണുന്നത് നീലിമയായിരിക്കും.